എന്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എന്റെ കരിയറിൽ ഒരിക്കലും അത് എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതൊന്നും എൻ്റെ ഡ്രീമിലേക്ക് എനിക്ക് എത്തിപ്പെടാനുള്ള എൻ്റെ ഡ്രീമിലേക്ക് ഇതൊന്നും ഒരു തടസ്സമല്ല. ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനിയും മുമ്പോട്ടേക്ക് സിനിമാ കാര്യങ്ങള് ഓക്കെ ഇനി ഒരു കുഞ്ഞു വന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈവൻ തോ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ അടുത്ത് ഇപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിനിമകൾ ഈ പറയുന്ന പോലെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു തമിഴ് പടം ഉണ്ടായിരുന്നു, മലയാളത്തിലും പടം ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ പറയുന്ന പോലെ തമിഴ് പടം ഈ കുറച്ച് ഓട്ടവും കാര്യങ്ങളും റിവെഞ്ച് സ്റ്റോറിയാ. അത് കുറച്ച് ഓട്ടവും കാര്യങ്ങളും അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ ചെയ്യാൻ വന്നതും അത് ഭയങ്കര ആക്ഷൻസ് ഉള്ളതായിരുന്നു. എനിക്കത് ഒഴിവാക്കല്ലാണ്ട് വേറെ വഴിയില്ല. അത് ശരിക്കും വേറെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തോ? ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഞാൻ അറിയിച്ചല്ലോ, ബാക്കി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇനി ഇപ്പം അതല്ലാതെ അതിനുശേഷം 5ാം മാസത്തിലാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതാർക്കും അറിയില്ല. പെട്ടെന്ന് ഞാൻ അങ്ങ് എന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അതെ, ഭയങ്കര ഗ്യാപ്പ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അപ്പോ പെട്ടെന്ന് ഞാൻ ഒന്നും എല്ലാം മിണ്ടാതെ ഒതുങ്ങിയിരിക്കരുത്. കാരണം എന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. എനിക്ക് പെട്ടെന്നായിരുന്നു എനിക്ക് ഫേസിൽ പോലും എന്റെ ബോഡിയിൽ പോലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. അപ്പൊ ഞാൻ എല്ലാത്തൊന്നും മാറിയിരുന്നു. ഞാൻ ഹോസ്പിറ്റല് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റൽ, എന്റെ വീട്, ഇത് മാത്രമായിരുന്നു എന്റെ ലോകം ഈ ഒരു 5 മാസം വരെ. ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡയറക്ടേഴ്സിന് അറിയില്ലല്ലോ എനിക്കിങ്ങനെ കെയറിങ് ആണെന്നൊക്കെ. അപ്പൊ അവര് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും ഞാനിങ്ങനെ കെയറിങ് ആണ്, പക്ഷെ എന്റെ ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആണ്, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അവർക്ക് ഓക്കെ ആവണല്ലോ അങ്ങനെ. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് എടുക്കാനുള്ള അവർക്ക് അതൊരു ടെൻഷനാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചെയ്യാതെ, അല്ലാതെ ഇപ്പോഴും ഞാൻ ഓക്കെയാണ്. ഞാൻ സിനിമ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യാനും ഞാൻ ഓക്കെയാണ്. എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്നെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഇപ്പൊ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് പറയും. തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, വർക്കുകളാണ്. പിന്നെ എനിക്ക് സിനിമ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം ഇപ്പൊ അതൊക്കെയാണ്. ഡെഫിനറ്റ്ലി ബേബി വന്നു കഴിഞ്ഞാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇപ്പം ഷൈൻ ചേട്ടനും ഒക്കെ ആയിട്ടുള്ള ഒരു അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം പുള്ളിയുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ? ഷൈൻ ചേട്ടനെ ഇങ്ങനെ 2-3 ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. ആള് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. മമ്മിയും ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, ഓക്കെ വരണു എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. പക്ഷെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ വർക്കിന് പോണ സമയത്ത് ഷൈൻചേട്ടൻ്റെ കൂടെ ഞാൻ എപ്പോഴും മമ്മിയും ഡാഡിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഷോക്കിങ്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്കത് അറിഞ്ഞ ദിവസം. എല്ലാവർക്കും അതൊരു വലിയ പിന്നെ ഡാഡി എല്ലാവർക്കും അറിയാം. അതെ അതെ, എല്ലാവർക്കും ഡാഡിയാണ്. ഡാഡി മമ്മി എല്ലാവർക്കും അറിയാം. അപ്പം നമ്മള് ഇപ്പം എന്താ പറയാ, ഇവിടെ അല്ലാതെ പുറത്ത് പഞ്ചാബ് പോകുന്ന സമയത്ത് ഷൈനായിട്ട് അല്ലാതെ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഇവരുണ്ടാവും. എനിക്ക് അങ്ങനെ അറിയാം. അപ്പൊ അത് പെട്ടെന്ന് ആ ന്യൂസ് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഷൈൻ ചേട്ടൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിരുന്നു. ആഡി പോയി എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് ഷൈൻ ചേട്ടൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആള് കുഴപ്പമില്ല, ആള് ബെറ്റർ ആയി വരുന്നു തോന്നുന്നു. ഞാൻ വിളിച്ചില്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് ചെയ്തു. അപ്പൊ ആളിങ്ങനെ ഡിസ്ചാർജ് ആയി, മമ്മി ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, ബെറ്റർ ആയി വരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.